വ്ളോഗാണ്. ഞങ്ങളിന്ന് തോട്ടി കുളിക്കാൻ വന്നേക്കാണ്. നേരത്തെ നമ്മൾ തോട്ടി കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് പാർട്ടാണ്. ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇവിടെ ഞങ്ങൾ എന്താ കുറച്ച് നാളായിട്ട് തോട്ടി കുളിക്കാൻ വരുന്നില്ലായിരുന്നു ആരും. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്ത് വെള്ളം കയറി ഈ സ്റ്റെപ്പൊക്കെ മുങ്ങിയായിരുന്നു. അത് കാരണം ഞങ്ങൾ ആരും ഇവിടെ കുളിക്കാൻ ഇങ്ങനെ വരുന്നില്ലായിരുന്നു. അപ്പുറത്തെ കടവിലും അവിടെ ഫുള്ളും വെള്ളം കയറി കിടക്കുകയായിരുന്നു. ഇത് നമ്മൾ ആരും അങ്ങനെ വരാറില്ലായിരുന്നു. ഇപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളം എല്ലാം കുറഞ്ഞു. പക്ഷെ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ട്. ഇവിടെ വലിയവർക്ക് കുളിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഞങ്ങൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കുളിക്കാനാണ് സ്ഥലമാണ്. നേരത്തെ വീഡിയോയിൽ ഞാൻ ഇവിടവും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് കുളിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്, പിന്നെ ഞങ്ങൾ 3 പേരും പിന്നെ എൻ്റെ അങ്കിളുമായിട്ടാണ് ഞങ്ങൾ കുളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തെ കടയിലോട്ട് പോവാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ആകാശ കാഴ്ചകളും കൂടെ കാണാം. അപ്പോൾ ഗൈസ് നിങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടു കാണുമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നേരെ കുളിക്കാനായിട്ട് അപ്പുറത്തെ കടവിലോട്ട് പോവാം കേട്ടോ. ഇതേ ഞങ്ങൾ 2-3 പേരും കൂടെ നടന്നു പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ പാലമൊക്കെ കയറി, ഈ പാലമൊക്കെ ഭയങ്കര കുറേ വർഷം പഴക്കമൊക്കെ ഉള്ള പാലമാണ് കേട്ടോ. ഒമ്പിടി നീളമൊന്നും ഇല്ലെങ്കിലും ഇവിടെ വരുമ്പോൾ എന്താണെന്നുള്ള ഭയങ്കര വൈബാണ് കേട്ടോ. പിന്നെ ഇതിന് ചുറ്റിനും ആ ഒരു കാടും ആ സീനറിയൊക്കെ ഭയങ്കര വൈബാണ്. അതെങ്ങനെ നമ്മളിവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു കൂൾനെസ്സൊക്കെ പോലെയാണ് കേട്ടോ. ഇതേ ഈ മരങ്ങളുടെ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ പോവാണ് കേട്ടോ. അതെങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു മനസ്സിനെന്തോ നല്ല വൈബും ക്രിയേറ്റിവിറ്റിയും അങ്ങനെയൊക്കെ ഭയങ്കര വൈബായിട്ടാണ് കേട്ടോ തോന്നുന്നത്. ദേ ഇവിടെ ഒരു വീടും ഉണ്ട്. ദേ ഞങ്ങൾ താഴെ നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ സ്വന്തം തോട്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ അടിയിൽ കൂടെ പായലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ദേ ഇവിടെ കുറേ പുല്ലുകളും പിന്നെ ആ മരമൊക്കെ ചായഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേകത വൈബാട്ടോ ഈ തോട്ടി വരുമ്പോൾ. ഞങ്ങളുടെ സ്വന്തം തോടാട്ടോ അത്. ദേ ഇവിടെ ആൽമരമൊക്കെ ചാരി നിൽക്കുന്നത് കാണാനും നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഈ തോട് എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ളും വെള്ളം കയറി. അവിടുന്ന് നോക്കുമ്പോൾ പാലത്തിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ സാധാരണ കുഞ്ഞു വെള്ളം പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഭയങ്കര വെള്ളം കയറിയതുപോലെ ഉണ്ട്. ഞാൻ അവിടുന്ന് പറഞ്ഞല്ലോ ഇവിടെ കുഞ്ഞു കടവാന്ന് ഇവിടെ വന്ന് സ്ഥിതി ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ ഫുള്ളും വെള്ളം അടിയിൽ നിന്ന് ഒഴുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ ഞാൻ മുങ്ങിപ്പോവും. ഇത്രത്തോളം ഇതിപ്പോൾ കല്ലൊക്കെ ഇറക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി കാണിച്ചത്. അയ്യോ എൻ്റെ ഇത്രയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങാത്ത. ഇപ്പോൾ എൻ്റെ അങ്കിളുടെ കൂടെ ധൈര്യം വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യമൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് എൻ്റെ അമ്മയ്ക്ക് വരെ ഇറങ്ങാൻ പേടിയായിരുന്നു. പിന്നെ എൻ്റെ അങ്കിൾ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അല്ലാതെ എനിക്ക് പേടിയാണ് ഈ വെള്ളത്തിൽ. നല്ല ഒഴുക്കുണ്ട്. എൻ്റെ കാലൊക്കെ തെന്നിപ്പോവാണ്. ഈ പാറ ഭയങ്കര പായലായതുകൊണ്ടും പിന്നെ ഒഴുക്കും കൂടെ കൂടുമ്പോൾ ഭയങ്കര വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഒരു കല്ലിൻ്റെ മണ്ടയിലാണ്, മറ്റേ പാറയുണ്ടല്ലോ അതിൻ്റെ മണ്ടയിലാട്ടോ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ അവിടുന്ന് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ആഴത്തിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ. ഭയങ്കര പേടിയാണ്. എൻ്റെ അനിയനൊക്കെയാണ് ഭയങ്കര പേടിയാന്ന് പറഞ്ഞത്. അവരൊക്കെ അവിടുന്ന് ഇറങ്ങാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അവന് ഭയങ്കര പേടി. പിന്നെ അവൻ ഇറങ്ങിയില്ല. അവരെല്ലാവരും കരയിൽ നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങിയേക്കാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രം കേട്ടോ ഞാൻ ഇവിടെ വരെ ഇറങ്ങി കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഗൈസ്, അവിടെ എല്ലാവരും കണ്ടോ ഭയങ്കര വെള്ളം കയറി ഗൈസ്. അതുകൊണ്ടാണ് ഭയങ്കര വെള്ളം കയറി. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഈ തോട് കണ്ടപ്പോൾ അമ്മ ഇതല്ല സേത ഇവിടെ മുതലുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്. എവിടെയാ സേത മുതല അപ്പുറത്തെ കുളത്തിൽ കണ്ടതാണ്. പക്ഷെ മുതലേ പോലെയാണ് തോന്നിയത്. പക്ഷെ അത് 2 മീനും കൂടെ നിൽക്കുന്നതാണ് ഞാൻ ശരിക്കും കണ്ടത്. ചുമ്മാ തടിക്കഷ്ണം നിൽക്കുന്ന ആട്ടോ കണ്ടത്. തടിക്കഷ്ണം ഇങ്ങനെ 2ആയിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ മുതലയുടെ വാ പോലെ തോന്നി. അതെവിടെയാ കണ്ടത്? അത് ഞാൻ അവിടെ കണ്ടത് ആ തൂണിൻ്റെ അടുത്തുനിന്ന്. എല്ലാവരും ചോദിച്ചായിരുന്നു മുതല ശരിക്കും കണ്ടോന്ന്. മുതല ശരിക്കും കണ്ടില്ല. ഞാൻ അവസാനം ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് എന്തോ കമ്പ് പോലെ ഇങ്ങനെ വന്ന് അടി കൂടുന്നതാണെന്ന് പറയുന്നത്. അതെ, ആ വീഡിയോ ഫുള്ള് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അവിടെ മുതലില്ല എന്നല്ലേ. അപ്പോൾ ശരിക്കും അല്ലെങ്കിലും അതിനകത്ത് മുതലുണ്ടെന്നൊന്നും ആർക്കും വിശ്വാസം വരില്ല. കാരണം ഒരു കുളത്തിൽ ഇങ്ങനത്തെ അടുത്ത് വീടുകളൊക്കെ ഉള്ള കുളത്തിൻ്റെ അകത്ത് അങ്ങനെ മുതലൊന്നും കഴിച്ച് അങ്ങനെയൊന്നും വരത്തില്ല. തോടിൻ്റെ അവിടെയായിട്ട് അങ്ങനെ വീടുകളൊക്കെ ഉള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ മുതലൊന്നും വരത്തില്ല.
എല്ലാവർക്കും മനസ്സിലായി കാണൂല ഞാൻ ചുമ്മാ പറഞ്ഞാന്ന്. ഞാൻ അവിടെ ആ കമ്പ് കണ്ടപ്പോൾ പെട്ടെന്ന് മുതലയുടെ വാ വിളിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ 2 കമ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വാ വിളിച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതി എന്താ മുതലയുടെ വായ അത്. ഞാനിപ്പോൾ കല്ലിനെ വന്ന് കയറിയിട്ടുണ്ട്. ഇച്ചിരി ബാലൻസ് ഉണ്ട്. ഈ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങിയേക്കാണ്. പിന്നെ നമ്മളിങ്ങനെ കാല് മുക്കി നിൽക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒഴുകി പോവാട്ടോ. കാരണം ഞാൻ മണ്ടയിലോട്ട് കിടക്കാം. അതൊരു സപ്പോർട്ടില്ലാതെ എനിക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ കഴിച്ച് നമ്മളെല്ലാ ഫാമിലിയും എല്ലാവരും കൂടെ ഇറങ്ങി കുളിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഊരി എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.